ഒരു പ്രണയം ഒരു കാത്തിരിപ്പ്. ഭാഗം 7. രചന ഗായത്രി ദേവ്. ശ്രീദേവി വളരെ താല്പര്യത്തോടെ അവൻ പറയുന്നത് കേട്ടുനിന്നു. സൂര്യ, ശ്രീദേവി എഴുന്നേറ്റു. എനിക്ക് തോന്നുന്നു നിനക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണം ഈ കാര്യത്തിലെന്ന് അവർ ചിരിയോടെ പറഞ്ഞു. അവൻ കുറുമ്പോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ശരിയായിരിക്കാം, എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം. എന്തുകൊണ്ടാണ് എനിക്ക് അവളോട് ഇങ്ങനെയുള്ള ഫീലിങ്സ് എന്ന്? വാ, അമ്മ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, നമുക്ക് ചായ കുടിക്കാം. സൂര്യനും എഴുന്നേറ്റു. രണ്ടുപേരും അവരുടെ ബിസിനസ് കാര്യങ്ങളും ശ്രീദേവിയുടെ ആശുപത്രിയിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ സംസാരിച്ചുകൊണ്ട് ചായ കുടിച്ചു. ഇന്ത്യയിലും എബ്രോഡുമായി സൂര്യൻ്റെ അച്ഛനും അമ്മയും നടത്തുന്ന ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്കുണ്ട്. സൂര്യൻ്റെ അച്ഛൻ മാധവ മേനോൻ ഇപ്പോൾ US-ലാണ്. സൂര്യൻ്റെ സ്റ്റേറ്റ്സിലെ ഗവേഷണ പഠനം കഴിഞ്ഞ് അവന് കുറച്ചു കാലം ഇന്ത്യയിൽ ഏതെങ്കിലും കോളേജിൽ ടീച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് സൂര്യനും അമ്മയും ഇപ്പോൾ നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ചെയ്തത്. കുറച്ചു കാലം ടീച്ചിങ് ചെയ്ത് പിന്നെ ബിസിനസ്സിൽ ശ്രദ്ധ കൊടുക്കാനാണ് സൂര്യൻ്റെ പ്ലാൻ. അവൻ സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ കൺസ്ട്രക്ഷൻ കൺസൾട്ടിംഗ് ആൻഡ് ഡിസൈൻ കമ്പനിയായ നെക്സ കൺസൾട്ടിംഗ് എന്ന കമ്പനി നയിച്ചത് സൂര്യനായിരുന്നു. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും നിരവധി ക്ലയൻറ്റുകളുടെ നിർമ്മാണ മേഖലയിലെ എഞ്ചിനീയറിംഗ്, ഡിസൈൻ, പ്ലാനിംഗ് പ്രൊജക്റ്റുകൾ തൻ്റെ ബുദ്ധിശക്തിയും കാര്യക്ഷമമായ തീരുമാനങ്ങളും ഉപയോഗിച്ച് വിജയകരമായി കൈകാര്യം ചെയ്ത് നെക്സ കൺസൾട്ടിങ്ങിനെ മുൻനിര കമ്പനികളിൽ ഒന്നായി ഉയർത്തിയെടുത്തത് സൂര്യനായിരുന്നു. ചായകുടി കഴിഞ്ഞ് സൂര്യൻ അവൻ്റെ മുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞു വന്ന് അവൻ മാധവമേനോനെ വിളിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അവൻ്റെ കൺസെൻറ്റും സജഷൻസും വേണ്ടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം സൂര്യനുമായി സംസാരിച്ചു. കോൾ കട്ട് ചെയ്ത് അവൻ അച്ഛൻ അയച്ച കുറച്ച് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തു. അവൻ്റെ മനസ്സിലേക്ക് പതുക്കെ ഗായത്രിയുടെ മുഖം വീണ്ടും എത്തി. അവൾ വീട്ടിൽ എന്തായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്? അവൾ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടാവുമോ? വയറുവേദന കുറഞ്ഞിട്ടുണ്ടാവുമോ? ആ സ്ത്രീ എന്തായാലും അവളെ കെയർ ചെയ്യാൻ വഴിയില്ല. അവൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമോ? വീണ്ടും അവൻ ആലോചിച്ചു. രാവിലെ താൻ വാങ്ങിക്കൊടുത്ത ഇഡ്ലിയും കറിയും വിശപ്പോടെ വേഗത്തിൽ കഴിക്കുന്ന ഗായത്രിയെ അവന് ഓർമ്മ വന്നു. അതിനുശേഷം അവൾ ഉറങ്ങിപ്പോയത് കാരണം തങ്ങൾ ഊണ് കഴിക്കുമ്പോൾ അവൾ കഴിച്ചിട്ടില്ലായിരുന്നു. എഴുന്നേറ്റപ്പോൾ ഊണ് വാങ്ങട്ടെ എന്ന് ശ്രീജ ടീച്ചർ ചോദിച്ചപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ താൻ വൊമിറ്റ് ചെയ്യുമെന്നും വീട്ടിലെത്തിയിട്ട് കഴിച്ചോളാമെന്നുമാണ് അവൾ പറഞ്ഞത്. സൂര്യൻ ഓർത്തു. പെട്ടെന്നുള്ള ഒരു ഉൾപ്രേരണയിൽ ഫോൺ എടുത്ത് ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവൻ ഗായത്രിയുടെ നമ്പർ സെർച്ച് ചെയ്തു. അവളുടെ നമ്പർ പൂച്ചക്കുട്ടി എന്ന പേരിൽ സേവ് ചെയ്യുകയും ചെയ്തു. അത് ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവൾ ഓക്കെ ആണോ എന്ന് അറിയാമല്ലോ, അവൻ സ്വയം ന്യായീകരിച്ചു. പിന്നെ അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അപ്പുറത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടപ്പോൾ അവന് ദേഷ്യമായി. ഇവർക്കൊക്കെ ഫോൺ എന്തിനാണ്? ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ലല്ലോ. അവൻ ആ ദേഷ്യത്തിൽ 2-3 തവണ ഫോൺ കോൾ ചെയ്തു. പിന്നെ ദേഷ്യത്തോടെ ഫോൺ ടേബിളിൽ വെച്ചു. അവൾക്ക് എന്തായാൽ തനിക്കെന്താണ്? താൻ എന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത്? അവളെപ്പറ്റി ചിന്തിക്കരുതെന്ന് സൂര്യൻ മനസ്സിൽ വിചാരിച്ചു. പെൻഡിങ് വർക്കുകളെല്ലാം കഴിഞ്ഞ് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. എന്തോ ഒരു വിഷമം മനസ്സിലുണ്ട്. എന്താണത്? ഒരു തണുത്ത കാറ്റ് അവനെ തഴുകി കടന്നുപോയി. തനിക്ക് അവളെ ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഷോ, ഇത് വലിയ കഷ്ടമായല്ലോ. അവളെ ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? അവൻ വീണ്ടും ഫോൺ എടുത്ത് ഗായത്രിയെ വിളിച്ചു നോക്കി. ഇപ്പോൾ ബെൽ അടിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അവൻ വീണ്ടും ട്രൈ ചെയ്തു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു.
താനിവിടെ അവളെ ആലോചിച്ച് വിളിച്ചുകൊണ്ടു നിൽക്കുന്നു. അവൾ അവിടെ സുഖമായി കിടന്നുറങ്ങുകയായിരിക്കും. അവൻ ദേഷ്യത്തോടെ ആലോചിച്ചു. ഹേയ്, അങ്ങനെ തൻ്റെ ഫോൺ കണ്ട് എടുക്കാതെ അവൾ നിൽക്കുമോ? അത്രയ്ക്ക് പാവമാണ് ആ കുട്ടി. അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് അവന് തോന്നി. പിന്നെ എന്താണ് ഫോൺ എടുക്കാത്തത്? ഉറങ്ങിപ്പോയോ? അല്ലെങ്കിൽ താൻ വിളിച്ചത് കേൾക്കാഞ്ഞിട്ടായിരിക്കുമോ? അവൻ അതേപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഫോണിൽ കണ്ണുനട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ തിരിച്ചു വിളിക്കുന്നത്. ഉടനെ അവൻ ഫോൺ എടുത്തു. ഹലോ സർ. ഗായത്രിയുടെ അടഞ്ഞ ശബ്ദം അവൻ്റെ കാതിലെത്തി. താനിത് എന്തു ചെയ്യുകയാണ്? ഞാൻ എത്ര നേരമായി തന്നെ വിളിക്കുന്നു. തനിക്കൊന്നും ഒരു കോമൺ സെൻസ് ഇല്ലേ? ഫോൺ വിളിച്ചാൽ എടുക്കണമെന്ന്. അവൻ അവളോട് ദേഷ്യപ്പെട്ടു. ഗായത്രി വല്ലാതെ ഭയന്നുപോയി. സൂര്യൻ ദേഷ്യപ്പെടുന്നത് കേട്ട് അവൾക്ക് കണ്ണു നിറഞ്ഞു. പെട്ടെന്നാണ് സൂര്യന് ബോധം വന്നത്. താൻ എന്താണ് ചെയ്തത്? അവളെ എന്തിനാണ് താൻ വഴക്ക് പറയുന്നത്? ഗായത്രി. അവൻ്റെ ശബ്ദം കുറച്ച് മൃദുവായി. മറുഭാഗത്ത് നിന്ന് മറുപടിയൊന്നുമില്ല. ഗായത്രി, താൻ അവിടെയില്ലേ? സൂര്യൻ്റെ ശബ്ദം വീണ്ടും കനത്തു. സർ. വിറയലോടെയുള്ള അവളുടെ വിളി അവൻ്റെ കാതിലെത്തി. കാത്തിരിക്കണേ, കഥ തുടരുന്നതാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.